Okay, good evening. So first of all, this live is only for educational purpose. Okay, നമ്മൾ അടുത്ത ആഴ്ചത്തേക്കുള്ള ഗോൾഡിൽ ഒരു അനാലിസിസ് നോക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ അനാലിസിസ് പെർഫെക്റ്റ് ആയിട്ട് വർക്കൗട്ടാണ്. വീഡിയോ റെക്കോർഡഡ് വീഡിയോ ഉണ്ട്, ചാനലിൽ വേണമെങ്കിൽ പരിശോധിക്കാം. സോ ഗോൾഡ് മന്ത്ലി ചാർട്ടിൽ നിന്ന് നോക്കാം. മന്ത്ലി ചാർട്ട് നോക്കുമ്പോഴത്തേക്ക് ചാർട്ട് ലോഡ് ചെയ്യട്ടെ. സോ ഗോൾഡ് മന്ത്ലി ചാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഡ്രോയിങ് റിമൂവ് ചെയ്യാം. 111 ഡ്രോയിങ് ഉണ്ട്. ഓക്കെ, എനിവേ ഇപ്പോഴും ഗോൾഡിലെ ഇനിയൊരു 20 ഡേയ്സും കൂടി ഉണ്ട്, അതായത് ഫെബ്രുവരി മന്ത് എൻഡ് ആവാനായിട്ട്. ഗോൾഡ് ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ ഇതാണ് 5600 ലെവലാണ്. ഓക്കെ, സോ അവിടുന്ന് സഡൻ ആയിട്ടുള്ളൊരു ഫോളായിരുന്നു. മാക്സിമം അതിലുണ്ടായ ഫോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4400 ലെവൽ വരെയാണ് ഫോൾ ഉണ്ടായത്. ഓക്കെ, 4400 ലെവൽ, അതായത് 4600 നിന്ന് 4400 ഒരു ഫോൾ ഉണ്ടായി. അതിനുശേഷം ഗോൾഡ് വീണ്ടും ബുള്ളിഷ് അപ്പാണ്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും ഓൾ ടൈം ഹൈയിലേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാണ് 600 ലെവലാണ് ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ 100 തന്നെയാണ്. ഇപ്പോൾ ഇതിൽ ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ ഇപ്പം നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാമർ സ്റ്റിക്ക് ക്യാൻഡിലായിട്ടാണ്. ഓക്കെ, സോ ഒരു ഇമ്പൾസീവ് സെൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് 4826 നിന്ന് താഴേക്ക്, അതായത് ഗോൾഡിൽ ഒരു സെൽ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ ഇമ്പൾസീവ് സെല്ലിനുള്ള ചാൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ ബിലോ ദിസ് ലെവൽ. ഓക്കെ, സോ എഗെയിൻ ഒരു ഇമ്പൾസീവ് ബൈക്കുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 5000 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5000 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഓൾ ടൈം ഹൈയിലേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട്. മന്ത്ലി ചാർട്ടിൽ അതായത് 5600 അതിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലി ഹൈ എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലാണ്. സോ അവിടെ നിന്നാണ് ഫോൾ ഉണ്ടായത്. എനിവേ ഈ അപ്പർ വിക്ക് ക്ലിയർ ചെയ്യാനുള്ള ചാൻസ്, അതായത് പ്രീവിയസ് മന്തിൽ അപ്പർ വിക്ക് ക്ലിയർ ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് ഉയരാനുള്ള ചാൻസ് ഉണ്ട്, ബട്ട് ടേക്ക് ടൈം. ഓക്കെ, ഇത് മന്ത്ലി ചാർട്ട് ബേസ്ഡ് ആണ്. മന്ത്ലി ചാർട്ടിലെ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ RSI ലെവൽ ഓവർ ബ്രോട്ട് കണ്ടീഷനാണ്. ഓവർ ബ്രോട്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 100ൽ നിൽക്കുവാണ്. സോ അതുകൊണ്ട് ഇതേമാതിരിയുള്ള റിജക്ഷൻസ് ഈ RSIയിൽ ഓവർ ബ്രോട്ട് കണ്ടീഷനിൽ നിന്നുണ്ടായ ഒരു റിജക്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര ഡോളറിൻ്റെ റിജക്ഷൻ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ 5600 നിന്ന് അത് 4400 വരെ ഫോൾ ചെയ്തു. ഓക്കെ, സോ അതേമാതിരിയുള്ള ഫോളിനുള്ള ചാൻസസ് ഉണ്ട്. ഇതാണ് മന്ത്ലി ചാർട്ട് അനാലിസിസ് നമുക്ക് പറയാനുള്ളത്. വീക്ക്ലി ചാർട്ടിലേക്ക് നോക്കുമ്പോൾ മന്ത്ലി ചാർട്ടിൻ്റെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുള്ളിഷാണ്. അതായത് 2025 ഓഗസ്റ്റിൽ തൊട്ട് കണ്ടിന്യൂസ് ബുള്ളിഷ് റാലിയാണ് മന്ത്ലി ചാർട്ടിൽ, എല്ലാ മന്തിലും. സോ ആ ഒരു കണ്ടീഷൻ വീണ്ടും തുടരുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓൾ ടൈം ഹൈയിലേക്ക് തന്നെയാണ് മൂവ്മെൻറ്റ്. കാര്യം എല്ലാ പ്രീവിയസ് അപ്പർ വിക്കുകളെയും അതെന്ത് ചെയ്യുന്നത് വെച്ചാൽ എൻഗൾഫ് ചെയ്താണ് ഓരോ മാസവും മൂവ് ചെയ്തേക്കുന്നത്. ഇനി ഇതിൽ ഒരു ബിയറിഷ് മൂവ്മെൻറ്റിനുള്ള ചാൻസ് വരുന്നുണ്ട്. അത് അപ്കമിങ് മന്തുകളിൽ സംഭവിക്കാൻ. കാര്യം ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഓവർ ബ്രോട്ട് കണ്ടീഷനിൽ തന്നെയാണ്, 100% നിൽക്കുകയാണ് RSI. സോ അതുകൊണ്ട് ഒരു ഇതേമാതിരി കറപ്ഷനുള്ള ചാൻസസ് ഉണ്ട്. 5600 നമ്മൾ കണ്ടതാണ് ആ കറക്ഷൻ. ഓക്കെ, സോ ഇമ്പൾസീവ് സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ പറഞ്ഞത്. ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് ബിലോ ദിസ് ലെവൽ 826 താഴോട്ട് ഇമ്പൾസീവ് സെല്ല്.
ഇമ്പൾസീവ് ബൈ ആണെങ്കിൽ എബോവ് ദിസ് ലെവൽ. അതായത് ലോങ് ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വലിയ SL ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ കാണിക്കാം. കണ്ടോ, ഈ രീതിയിൽ സെല്ല് വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് സെല്ല് ചെയ്യാൻ പറ്റും തിരിച്ച്. അതായത് ഇമ്പൾസീവ് സെല്ലിനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ബിലോ ദിസ് ലെവലാണ് 826. അതേമാതിരി ബൈ എടുക്കുകയാണെങ്കിൽ ബൈ ചാൻസ് പറയാം. ബൈക്കാണ് പോസിബിലിറ്റി കൂടുതൽ. ഇപ്പോഴും നോക്കാം. ബൈ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ 5000 ലെവലിന് മുകളിലോട്ട്. ഓക്കെ, ഈ ഒരു ലെവൽ SL. ഓക്കെ, മന്ത്ലി ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ടിൽ ഇതാണ് പോസിബിലിറ്റീസ് ഉള്ളത്. ഓക്കെ, സോ ഇനി വീക്ക്ലി ചാർട്ട് നോക്കാം. വീക്ക്ലി ചാർട്ടിൽ പ്രീവിയസ് വീക്ക്, അതായത് പ്രീവിയസ് വീക്കിൽ ഒരു ഇൻവെർട്ടർ ഹാമറും, അതായത് നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഒരു ഹാമർ സ്റ്റിക്ക് ക്യാൻഡിലും അതിന് മുന്നത്തെ വീക്കിൽ ഒരു ഇൻവെർട്ടർ ഹാമറും, ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് വീക്കിൽ അനാലിസിസ് പെർഫെക്റ്റ് ആയിട്ട് വർക്കാണ്. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞത് മാതിരി മണ്ടേൽ ഫോളോ വന്നു. ഓക്കെ, സോ ഇപ്പോഴും വീക്ക്ലി ചാർട്ടിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹാമർ സ്റ്റിക്ക് ക്യാൻഡിലായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ബട്ട് ദർ ഈസ് നോ ബൈയിങ് എവിഡൻസ് ഇൻ വീക്ക്ലി ചാർട്ട്. വീക്ക്ലി ചാർട്ടിൽ ഈ ക്യാൻഡിൽ എൻഡ് ആയിരിക്കുന്നത് വിത്തൗട്ട് എവിഡൻസിലാണ്. ഇവിടെ ക്ലൈമറ്റിക് ആക്ഷൻ നോക്കുകയാണെങ്കിൽ അൾട്രാ വോളിയം ഹൈ സെൽ ക്യാൻഡിലാണ്. അതായത് പ്രീവിയസ് ഓൾ ടൈം ഹൈ എന്നുണ്ടായ ആ റിജക്ഷൻ എന്ന് പറഞ്ഞാൽ അൾട്രാ വോളിയം ഹൈ ബിയറിഷ് ക്യാൻഡിലാണ്. അതുകൊണ്ട് സെൽ വോളിയം ഭയങ്കര കൂടുതലാണ്. അതിനെ മറികടക്കാൻ ഇപ്പോഴും ബയേഴ്സ് വോളിയത്തിന് സാധിച്ചിട്ടില്ല നെക്സ്റ്റ് വീക്കിലും. ഓക്കെ, ഇതാണ് കണ്ടീഷൻ ഉള്ളത്. സോ ഇവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ് ഈ ഡിമാൻഡ് ലെവലിലേക്ക് അത് വരുമെന്ന്. കണ്ടോ, ഈ ഡിമാൻഡ് ലെവൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം റിജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ് വീക്ക്ലി ചാർട്ട്. സോ ദാറ്റ് മീൻസ് ഹാമർ സ്റ്റിക്ക് ക്യാൻഡിൽ ആയതുകൊണ്ട് ബേസ്ഡ് ഓൺ വീക്ക്ലി ചാർട്ട് വീണ്ടും ഈ ഡിമാൻഡ് ലെവലിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. എഗെയിൻ ഈ ലെവലിലേക്ക്. അത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമുകളും മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സും എല്ലാം നോക്കാം എന്താണെന്നുള്ളത് കണ്ടീഷൻ. അതല്ല, മന്ത്ലി ചാർട്ടിൻ്റെ ഇപ്പോഴത്തെ ആ റിജക്ഷനിൽ കണ്ടിന്യൂഷൻ വരുവാണെങ്കിൽ വീണ്ടും ഓൾ ടൈം ഹൈയിലേക്കുള്ള മൂവ്മെൻറ്റ്. ഓക്കെ, സോ വീക്ക്ലി ചാർട്ടിലെ പോസിബിലിറ്റീസ് ഇതാണ്. വീക്ക്ലി ചാർട്ടിൽ സെല്ലിംഗ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് ഒന്നും തന്നെ ഇല്ല. അത് ഉള്ളത് ഇവിടെയാണ്, ഈ ഒരു ലെവലിലാണ്. അതായത് അത്രത്തോളം അത് ക്രാഷ് ഉണ്ടായാൽ മാത്രമാണ് ആ ഒരു സെൽ എവിഡൻസിനെ ക്ലിയർ ചെയ്യത്തുള്ളൂ. ഈ ഒരു ക്യാൻഡിൽ അത് കാണിക്കാം. ഇത് വെയിറ്റിംഗ് ആണ്. ഈ സെല്ലിംഗ് എവിഡൻസ് വെയിറ്റിംഗ് തന്നെയാണ്. ബട്ട് ഇവിടോട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോസിബിലിറ്റി ഒന്നുമില്ല. ക്രാഷ് ഉണ്ടായി, അതൊക്കെ ക്ലിയർ ചെയ്യും. ബട്ട് ടേക്ക് ടൈം, ഒരുപാട് സമയം എടുക്കും അത്. ഓക്കെ, കണ്ടോ, ഈ ഒരു ക്യാൻഡിൽ സെൽ എവിഡൻസ് ഇട്ടിരിക്കുകയാണ്. ബട്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്യാതെ ആയിരുന്നു പിന്നീടുള്ള ബുള്ളിഷ് അപ്പ്. കാരണം എന്ന് വെച്ചാൽ ഗോൾഡ് എപ്പോഴും ഫണ്ടമെൻ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫണ്ടമെൻ്റൽസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഗോൾഡിൽ വരുന്ന മൂവ്മെൻറ്റുകൾ. ഓക്കെ, ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് അറിയാം. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇറാൻ അമേരിക്ക ഒരു ടോക്ക് നടക്കുന്നുണ്ട് ഒമാൻ്റെ മധ്യസ്ഥതയിൽ. ആ ടോക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ അല്ല. ദാറ്റ് മീൻസ് വീണ്ടും ഗോൾഡിൽ പ്രൈസ് ഉയരാനാണ് ചാൻസ്. ഓക്കെ, സോ വീക്ക്ലി ചാർട്ടിൻ്റെ അനാലിസിസ് ഇതാണ് തരാനുള്ളത്. വീക്ക്ലി ചാർട്ടിൻ്റെ RSI ലെവൽ നോക്കുമ്പോൾ RSI ബൈ ഏരിയയിലേക്ക്, അതായത് 80% മുകളിലോട്ട് കയറിയാൽ വീണ്ടും ഗോൾഡ് മുകളിലോട്ട് കുതിക്കും. ഓക്കെ, സോ ആ മൂവ്മെൻറ്റ് തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. സോ ഡെയിലി ചാർട്ടിലേക്ക് വരാം നമുക്ക്. ബേസ്ഡ് ഓൺ ഡെയിലി ചാർട്ട് ഗോൾഡ്
ഈ മണ്ടയിലെ ഫോള് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതാണ് ഈ ഫോള്, അതായത് ഈ ഡിമാൻഡ് ലെവലിലേക്കുള്ള ഫോള്. അതിനുശേഷം ക്ലിയർ ബൈയിങ് എവിഡൻസ് ട്യൂസ്ഡേയിൽ, ക്ലിയർ ബൈയിങ് എവിഡൻസ്. ഓക്കെ, സോ ഈ ബൈയിങ് എവിഡൻസ് അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു നോ ഡിമാൻഡ് ക്യാൻഡിലാണ്. ആ നോ ഡിമാൻഡ് ക്യാൻഡിൽ ആയത് കാരണം നമുക്ക് എന്ത് ചെയ്യാം, വെനസ്ഡേ തേഴ്സ്ഡേയിൽ ഈ ഫോള് നമ്മൾ ഉറപ്പിക്കാം. ഓക്കെ, സോ അതിനുശേഷം ഫ്രൈഡേയിൽ ക്യാൻഡിൽ എൻഡ് ആയിരിക്കുന്നത് വിത്തൗട്ട് എ ബൈയിങ് എവിഡൻസ്. ന്യൂ ബൈയിങ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. ന്യൂ ബൈയിങ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ലാതെയാണ് ഗോൾഡ് ട്രേഡ് എൻഡ് ആയിരിക്കുന്നത് ഫ്രൈഡേയിൽ. ഓക്കെ, അതായത് ഫ്രൈഡേയിലെ ക്യാൻഡിൽ എൻഡ് ആയിരിക്കുന്നത് വിത്തൗട്ട് ഗിവിങ് എ ബൈയിങ് എവിഡൻസ് ബേസ്ഡ് ഓൺ ഡെയിലി ചാർട്ട്. ഈ ഡിമാൻഡ് ലെവൽ എന്ന് പറഞ്ഞാൽ 400 ലെവലിൽ നിന്ന് പിന്നീട് നല്ലൊരു ബുള്ളിഷ് അപ്പാണ് ഗോൾഡിലുണ്ടായത്. 5000 ലെവലിലേക്ക് അത് ഉയർന്നു. അതിനുശേഷം പിന്നീട് നെക്സ്റ്റ് ഡേയിൽ, അതായത് ആ ഡേയിൽ ക്യാൻഡിൽ എൻഡ് ആയത് നോ ഡിമാൻഡ് ക്യാൻഡിൽ ആയിട്ടാണ്. അതുകൊണ്ടാണ് തേഴ്സ്ഡേയിൽ വീണ്ടും ഫോളോ വന്നത്. ഓക്കെ, സോ RSI ലെവൽ നോക്കട്ടെ. ഗോൾഡ് RSI ലെവൽ ഇപ്പോഴും സെൽ ഏരിയയിൽ തന്നെ നിൽക്കുകയാണ്. സോ അതുകൊണ്ട് ഇപ്പോഴും ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫീലിംഗ് എനിക്ക് വരുന്നുണ്ട്. ഹെഡ് ആൻഡ് ഷോൾഡർ ഫീലിംഗ് എന്ന് വെച്ചാൽ വരച്ച് കാണിക്കാം. ഹെഡ് ആൻഡ് ഷോൾഡർ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വീഴാനുള്ള ചാൻസിനുള്ള ഫീലിംഗ് ഉണ്ട്. ഓക്കെ, അതല്ല ചെറിയ ടൈം ഫ്രെയിമുകളിൽ നോക്കാം. അതല്ല എങ്കിൽ വീണ്ടും ഈ ഒരു 5100 ലെവലിലേക്ക് വീണ്ടും ഉയരാനുള്ള ചാൻസ് നോക്കാം. ചെറിയ ടൈം ഫ്രെയിമുകളിൽ എവിഡൻസുകൾ കാണും. ചെറിയ ടൈം ഫ്രെയിമിൽ എന്തായാലും എവിഡൻസ് അത് ഇട്ടിട്ടുണ്ടാവും. 4 ഹവറിലേക്ക് നമുക്ക് നോക്കാം. 4 ഹവർ ക്യാൻഡിൽ എങ്ങനെയാണ് എൻഡ് ആയിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോഴും ട്യൂസ്ഡേയിൽ ക്ലിയർ നമുക്ക് ബൈയിങ് എവിഡൻസ് തന്നു. അതിനെ റെസ്പെക്ട് ചെയ്ത് നെക്സ്റ്റ് ഡേയിൽ ആ ലെവലിന് മുകളിലേക്ക് എന്തായാലും കയറി. എത്രയാണ് 5001 മുകളിലോട്ട് മാക്സിമം പോയെന്ന് പറഞ്ഞാൽ 5100 ലെവലിലേക്ക് പോയിട്ട് വീണ്ടും ഫോളോ ചെയ്തു. ഓക്കെ, സിൽവർ നോക്കാം ബ്രദർ. ഞാൻ ഈ ഗോൾഡ് അനാലിസിസ് ഒന്ന് കഴിഞ്ഞോട്ടെ. ഗോൾഡ് അനാലിസിസ് കഴിഞ്ഞിട്ട് സിൽവർ ഉറപ്പായിട്ടും പറയാം. ഓക്കെ, ഉറപ്പായിട്ടും പറയാം. സിൽവർ നമുക്ക് നോക്കാം. ഓക്കെ, സോ 4 ഹവറിലേക്ക് നമുക്ക് നോക്കാം. 4 ഹവറിലെ ഗോൾഡിൻ്റെ അവസ്ഥ. 4 ഹവറിൽ ക്ലിയർ ബൈയിങ് എവിഡൻസ് ഞാൻ ലൈവ് ഫ്രൈഡേയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ ബൈയിങ് എവിഡൻസ് ദിസ് ക്യാൻഡിൽ. അതിന് മൾട്ടിപ്പിൾ ബൈയിങ് എവിഡൻസ് ഉണ്ട്, കാണിച്ചു തരാം. ആദ്യം ഒരെണ്ണം മാത്രമല്ല, അതിനുശേഷം പിന്നെയും ബൈയിങ് എവിഡൻസ് ഇട്ടു. ബ്രദർ, ഓക്കെ, നമുക്ക് നോക്കാം. സിൽവർ ചെയ്യുന്ന ഒരു വിഷയമല്ല. സിൽവർ ഗോൾഡിൻ്റെ അതേ മൂവ്മെൻ്റ് ആണ്. നമുക്ക് നോക്കാം. ഈ അനാലിസിസ് കഴിഞ്ഞോട്ടെ. ഗോൾഡ് അനാലിസിസ് കഴിഞ്ഞിട്ട് സിൽവർ ഉറപ്പായിട്ട് ചെയ്യും. ഇപ്പോഴും 4 ഹവറിലേക്ക് വരുമ്പോഴത്തേക്ക് 4 ഹവറിൽ ഈ ഒരു ക്യാൻഡിൽ ക്ലിയർ ബൈയിങ് എവിഡൻസ്. അതിനുശേഷം അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ഈ ക്യാൻഡിൽ അത് വീണ്ടും ബൈയിങ് എവിഡൻസ് ഇട്ടു. സെക്കൻഡ്, സോ അതിനെ റെസ്പെക്റ്റ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ മൂവ്മെൻ്റ് ഉണ്ടായി. ഫ്രൈഡേ ക്യാൻഡിൽ എൻഡ് ആയിരിക്കുന്നത് ഒരു ഇറ്റ് ഈസ് ലൈക്ക് എ ഡോജി. ഓക്കെ, അതായത് ബൈ ഏരിയ ഇത്രത്തോളം ഉണ്ട്. 5079 വരെ ബൈ ഏരിയ ഉണ്ട്. ഫസ്റ്റ് റിജക്ഷൻ വരാൻ ചാൻസ് വരണമെന്ന് പറഞ്ഞാൽ ഈ 4995 ലെവലാണ്. അത്രത്തോളം മൂവ്മെൻറ്റ് ഉണ്ടാവാതെ ക്യാൻഡിൽ വീക്കായിട്ട് എൻഡായത്. ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. 4 ഹവറിലെ RSI ലെവൽ നോക്കുമ്പോൾ സ്ട്രോങ് ബൈ ഏരിയയിലേക്ക് കയറിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് നെക്സ്റ്റ് ഡേയിൽ ഒരു ബുള്ളിഷ് ഗ്യാപ്പിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ഗ്യാപ്പിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു ലെവലിലേക്ക് കയറും. ഓക്കെ, ഇവിടെ 4 ഹവറിൽ ഒരു സെല്ലിംഗ് എവിഡൻസും വെയിറ്റിംഗ് ഇല്ല. സെല്ലിംഗ് എവിഡൻസ് ഒന്നും തന്നെ വെയിറ്റിംഗ് ഇല്ല. ഓക്കെ, ട്രെൻഡ് വൈസ് നോക്കുമ്പോഴത്തേക്ക് അത് ബുള്ളിഷ് ട്രെൻഡിലേക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സപ്ലൈ ലെവൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഗോൾഡിൽ ഈ ഒരു ലെവലിലാണ്.
സോ അതുകൊണ്ട് ഈ ഒരു ലെവലിലോട്ട് കയറാനുള്ള ചാൻസ് 4 അവർ ബേസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഈ ഒരു ലെവലിലേക്ക് വീണ്ടും 5000 ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ചെറിയ ടൈം ഫ്രെയിമുകളിൽ സെല്ലിംഗ് എവിഡൻസുകൾ കിടപ്പുണ്ട്, അതും കൂടി കാണിക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 15 മിനിറ്റിൽ സെല്ലിംഗ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്യാതെയാണ് ഈ ബുള്ളിഷ് അപ്പ് ഉണ്ടായിരിക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ 4 അവർ ബേസ് ചെയ്തിട്ട് ഇതാണ് മൂവ്മെൻറ്റ് വരുന്നത്. 4 അവറിൽ RSI ലെവൽ എന്ന് പറഞ്ഞാൽ ക്ലിയർ ബൈ ഏരിയയിലേക്ക് കയറിയിട്ടുണ്ട്. 100 വരെ മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സപ്ലൈ ലെവലിലേക്ക് കയറും. സപ്ലൈ ലെവലിലേക്ക് കയറി കഴിഞ്ഞാൽ എഗെയിൻ വീണ്ടും ഫോള്. അങ്ങനെ ഒരു ഫോള് വരുവാണെങ്കിൽ ഒരു എം പാറ്റേൺ, ക്ലിയർ എം പാറ്റേൺ നോക്കാം. ദാ കണ്ടോ, വീണ്ടും ഈ ഒരു ലെവലിൽ കയറിയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതൊരു ഹെവി ഫോളോ ആയിരിക്കും, എം ആയിരിക്കും. എം ഫോളോ വന്നു കഴിഞ്ഞാൽ അറിയാം ഗോൾഡിൽ ഡബിൾ ടോപ്പ് ബോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ ഓക്കെ നോക്കാം. അത് ആ സമയത്ത് നമുക്ക് ലൈവ് നോക്കാം, അപ്പോഴേ നമുക്ക് അവസ്ഥ അറിയാൻ പറ്റും. എനിവേ അടുത്ത 1 അവറിലേക്ക് നോക്കാം. നമുക്ക് 1 അവറിലേക്ക് വരുമ്പോൾ 1 അവറിൽ ഇതെല്ലാം കളയട്ടെ. ഇതെല്ലാം പ്രീവിയസ് എവിഡൻസ് ആണ്, 4 അവറിലെ എവിഡൻസ് ആണ്, അത് കളയാം. ഓക്കെ, വൺ അവറിലേക്ക് വരുമ്പോൾ മൾട്ടിപ്പിൾ ബൈങ് എവിഡൻസ് അവിടെയുണ്ട്. ദാറ്റ് മീൻസ് ഈ മൂവ്മെൻറ്റ് എനിക്ക് തോന്നുന്നത് വീണ്ടും സപ്ലൈ ലെവലിലേക്ക് തന്നെയാണെന്നാണ് തോന്നുന്നത്. 1 അവറിലെ സപ്ലൈ ലെവലും കാണിച്ചു തരാം. 1 അവറിലെ സപ്ലൈ ലെവൽ നേരത്തെ മാർക്ക് ചെയ്തിട്ടതല്ല, ലാസ്റ്റ് ക്യാൻഡിൽ എൻഡ് ആയിരിക്കുന്നത് ആസ് എ ബൈയിങ് എവിഡൻസ്. കുറച്ച് സൂം ചെയ്യാം. ഓക്കെ, അതായത് ഫ്രൈഡേയിലെ ലാസ്റ്റ് ക്യാൻഡിൽ ഇതാണ്. ആ ക്യാൻഡിൽ ക്ലിയർ ബൈയിങ് എവിഡൻസിലാണ് എൻഡ് ആയിരിക്കുന്നത്. ദാറ്റ് മീൻസ് നെക്സ്റ്റ് അപ്കമിങ് ക്യാൻഡിൽ എന്തായാലും ഇതിനെ എൻഗൾഫ് ചെയ്യും. അതായത് അതിലൊരു ബിയറിഷ് മൂവ്മെൻറ്റ്, ഒരു ഷോർട്ട് ബിയറിഷ് മൂവ്മെൻറ്റ് വന്നാൽ തന്നെയും ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തിരിക്കും. 969 ലെവൽ. ഓക്കെ, 4969 ലെവൽ അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകും. ഇനി ഇവിടെ സപ്ലൈ ലെവൽ വരണമെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സപ്ലൈ ലെവൽ ഈ ഒരു ലെവലാണ്. സപ്ലൈ ലെവൽ ടെസ്റ്റ് ചെയ്തിട്ടില്ല, സോ ഈ സപ്ലൈ ലെവലിലോട്ട് കയറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, മൾട്ടിപ്പിൾ ബൈയിങ് എവിഡൻസ്. ഇവിടെ സെല്ലിംഗ് എവിഡൻസ് ഉണ്ടായിരുന്നു, അതായത് ഈ സെല്ലിംഗ് 1 അവറിൽ ആ സെല്ലിംഗ് എവിഡൻസിനെ റെസ്പെക്ട് ചെയ്ത് ഈ ക്യാൻഡിൽ ഫോളോ വന്നു. സോ അതുകൊണ്ട് അത് അവിടെ കഴിഞ്ഞു. ഇനി വെയിറ്റിംഗ് സെല്ലിംഗ് എവിഡൻസ് എന്ന് പറയാനുള്ളത് ഈ ഒരു സാധനമാണ്, ഈ ഒരെണ്ണമാണ് റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ കിടക്കുന്നത്. ദാറ്റ് മീൻസ് ഈ സപ്ലൈ ലെവലിൽ ഉയർന്നതിന് ശേഷം ഗോൾഡിലൊരു ഫോള് വന്നാൽ നമുക്ക് ഈ സെല്ലിംഗ് എവിഡൻസിനെ എയിം ചെയ്യാം, ഷുവറായിട്ട് എയിം ചെയ്യാം. അതിനെ എൻഗൾഫ് ചെയ്ത് താഴോട്ട് പോകും. സപ്ലൈ ലെവൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഫോള് വന്നാൽ ഓക്കെ. RSI ലെവലും കൂടി നോക്കാം. RSI ഓവർബ്രോട്ട് കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് അതിനുള്ള ചാൻസ് ഉള്ളത്. നോക്കട്ടെ, RSI ലെവൽ നോക്കുമ്പോൾ ബൈ ഏരിയയിലാണ്, ഒരു ഓവർബ്രോട്ട് കണ്ടീഷനിൽ ചെന്നു, അതിനുശേഷം ഒന്ന് റിജക്റ്റ് ചെയ്തു, വീണ്ടും ഇനി ഈ 100 ഇത് ഉയരും. ഇപ്പം 90 ലെവലിലാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് സപ്ലൈ ലെവൽ ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്കമിങ് ക്യാൻഡിലിൽ. ഓക്കെ, 1 അവർ ബേസ് ചെയ്തിട്ട് ബുള്ളിഷ് മൂവ്മെൻറ്റിനുള്ള ചാൻസാണ് പോസിബിലിറ്റി കൂടുതൽ. കാരണം നമ്മൾ ട്രെൻഡിനൊപ്പമാണ് ട്രേഡ് ചെയ്യേണ്ടത്. ബിക്കോസ് ട്രെൻഡ് ബുള്ളിഷ് ആയത് കാരണം മോസ്റ്റ് പ്രോബബിലിറ്റി ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ ലെവലിലേക്ക് കയറാനാണ്, സപ്ലൈ ലെവലിലേക്ക്. ഓക്കെ, സോ അതിന് ശേഷം പിന്നീട് ഫോള് വന്നാൽ, അതായത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നതെന്ന് വെച്ചോ, ഇവിടെ ഒരു സപ്പോർട്ട് ലെവൽ വരുമല്ലോ 4900 ലെവൽ, അതിനെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ഗെയിം ചെയ്യാം 4800 ലെവലിലേക്ക്. ഓക്കെ, ഇത് മാർക്ക് ചെയ്ത് വെച്ചോ. അതായത് എപ്പോഴെങ്കിലും ഗോൾഡിൽ ഫോള് വന്നിട്ട് ഈ ഒരു ലെവലിന് അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ഈ ഒരു ക്യാൻഡലിനെ വെച്ചിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. പോട്ടെ, ഈ ക്യാൻഡലിൻ്റെ തൊട്ടടുത്ത് വരുവാണെങ്കിൽ വെച്ചോ, 833 ലെവൽ വരുവാണെങ്കിൽ അവിടെ നിന്നൊരു സെല്ല് എടുത്താൽ പോലും $33 പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റും. ഷുവറായിട്ട് 808 ലെവൽ ബ്രേക്ക് ചെയ്യും. ഓക്കെ,
ഇനി ബൈയിങ്ങിൻ്റെ ചാൻസാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു സ്മോൾ ടൈമിലേക്ക് ഒരു ചെറിയ ഫോൾ വന്നെന്ന് വെച്ചോ. ഫോൾ വന്നാലും അത് വീണ്ടും ഈ 4969 ലെവലിനെ ബ്രേക്ക് ചെയ്ത് കയറിയിരിക്കും. ഓക്കെ, ബൈയിങ് എവിഡൻസും സെല്ലിങ് എവിഡൻസും ഇടുന്നത് ബേസ്ഡ് ഓൺ മൈ സ്ട്രാറ്റജിയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 30 മിനിറ്റിലേക്ക് വരാം. 30 മിനിറ്റിലേക്ക് വരുമ്പോൾ 30 മിനിറ്റിൽ പ്രീവിയസ് ഒരു ബൈയിങ് എവിഡൻസ് ഇതാണ്ട് ഈ ഒരു ക്യാൻഡിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റിൽ എൻഡ് ചെയ്തിരിക്കുകയാണ് ലാസ്റ്റ് ക്യാൻഡിൽ. ഇതായിരുന്നു പ്രീവിയസ് ബൈയിങ് എവിഡൻസ്. ആ ബൈയിങ് എവിഡൻസ് ഇട്ടിട്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്യാതെ ഫോളോ ചെയ്തു. ഇങ്ങനെ ഒരു ബൈയിങ് എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എപ്പോഴായാലും വീണ്ടും ഇത് ഈ ഒരു ലെവലിലേക്ക് ഉയർന്നു വരും എന്നുള്ളത്. സോ അതിനെ എൻഗൾഫ് ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് ഇനിയുള്ള ഹൈ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്യാൻ തന്നെയാണ്. സോ 1 അവർ ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ സപ്ലൈ ലെവലിലേക്കാണ്. 30 മിനിറ്റ് നോക്കുമ്പോഴും ഈ ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസാണ് കാണിക്കുന്നത് 969. സോ നെക്സ്റ്റ് ഡേയിൽ ഫസ്റ്റ് വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് ബുള്ളിഷ് അപ്പിനുള്ള ചാൻസാണ് കാണിക്കുന്നത് എല്ലാ രീതിയിലും. ഓക്കെ, ബിക്കോസ് കർവ് തിരിഞ്ഞിട്ടുണ്ട്, കണ്ടോ, കർവ് ടേൺഡ് അപ്പ്. ഓക്കെ, വീണ്ടും മുകളിലോട്ടുള്ള മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ഹാഫ് അവറിൽ സെല്ലിംഗ് എവിഡൻസ് വെയിറ്റിംഗ് എന്ന് പറയാൻ സെല്ലിംഗ് എവിഡൻസ് വെയിറ്റിംഗ് ദിസ് വൺ ഉള്ളി. ഇവിടെ ഒരു സെല്ലിംഗ് എവിഡൻസ് റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ കിടപ്പുണ്ട്. ഓക്കെ, ഇതുണ്ട് 2 സെല്ലിംഗ് എവിഡൻസുകൾ റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ കിടപ്പുണ്ട്. ദാറ്റ് മീൻസ് ഫോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് പ്ലാനിങ് ചെയ്യാൻ പറ്റും. കാര്യം ഉറപ്പായിട്ടും ഈ ഒരു ലെവലിലേക്ക്, അതായത് ഒരു ബിയറിഷ് മൂവ്മെൻറ്റ് വന്നാൽ, ട്രെൻഡ് ചേഞ്ച് ചെയ്ത് ബിയറിഷ് മൂവ്മെൻറ്റ് വന്നാൽ ഈ ലെവലിനെയൊക്കെ ബ്രേക്ക് ചെയ്യും. ഓക്കെ, സോ RSI ലെവൽ നമ്മൾ നോക്കിയായിരുന്നു. ഓക്കെ, RSI കർവ് ടേൺഡ് അപ്പാണ്. അതായത് ഈ സപ്ലൈ ലെവലിലോട്ട് കയറാനുള്ള ചാൻസ് ആണ് കാണിക്കുന്നത് എല്ലാ രീതിയിലും. ഓക്കെ, ട്രെൻഡിലെ ഓക്കെ, ക്ലൈമറ്റിക് ആക്ഷൻ നോക്കുമ്പോൾ ഹാഫ് അവറിൽ ക്ലൈമറ്റിക് ആക്ഷൻ ഗോൾഡിൽ ക്ലൈമറ്റിക് ആക്ഷൻ സെല്ലാണ്. അൾട്രാ വോളിയം ഹൈ സെൽ ക്യാൻഡിൽസ് ആണ് അതിൽ വീണിട്ടുള്ളത്. സെല്ലിൽ തന്നെ നിൽക്കുകയാണ്. ഓക്കെ, അതായത് ഇത് ഇഴഞ്ഞിഴഞ്ഞ് കയറുമ്പോൾ ഇതണക്കുള്ള ഹെവി സെൽ ക്യാൻഡിൽസ് വീഴും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ബയേഴ്സ് മാർക്കറ്റിൽ വരും. മോർ ബയേഴ്സ് വരുമ്പോൾ ആ ബയേഴ്സിൻ്റെ എല്ലാം SL ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതണക്കുള്ള ഹെവി സെൽ ക്യാൻഡിൽസ് വീഴും. സോ ആർക്കും ഒരു നേട്ടം ഉണ്ടാക്കാൻ മാർക്കറ്റ് കൺട്രോളേഴ്സ് അനുവദിക്കത്തില്ല. ശരിക്കും അവരോട് ഫൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നത്. 15 മിനിറ്റിലേക്ക് വരുമ്പോൾ 15 മിനിറ്റിലാണ് ഞാൻ പറഞ്ഞത് റീസെൻ്റ് ആയിട്ട് കിടക്കുന്ന സാധനം സെല്ലിംഗ് എവിഡൻസ് ആണ്. കാണിച്ചു തരാം. 15 മിനിറ്റിലാണ്. കുറച്ച് സമയം എടുത്താലും ആ ഒരു ഫോള് ഉണ്ടാവും. ഫസ്റ്റ് സെല്ലിംഗ് എവിഡൻസ് ഇതായിരുന്നു. ഓക്കെ, സോ ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ എത്ര സമയം എടുത്തിട്ടാണെന്ന് കാണിക്കാം. ഇത് 15 മിനിറ്റിലൊരു സെല്ലിംഗ് എവിഡൻസ് ഇട്ട് എന്നിട്ട് ഒരു ഷേക്ക് ഔട്ട് ക്യാൻഡിൽ വീണ്ടും മുകളിലോട്ട് ഉയർന്നു വിത്തൗട്ട് ബൈയിങ് എവിഡൻസ്. ബൈയിങ് എവിഡൻസിൽ എവിടെ വരെ പോയെന്ന് പറഞ്ഞാൽ 69 ലെവൽ വന്നിട്ട് 1 2 3 4 5, അതായത് 1.5 2 അവർ, അതായത് 2 മണിക്കൂറിന് ശേഷമാണ് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു സെല്ലിംഗ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്ത് ഫോളോ ചെയ്തത്. ആ ഫോളോ ചെയ്തത് ക്ലിയർ സെല്ലിംഗ് എവിഡൻസ്, ന്യൂ സെല്ലിംഗ് എവിഡൻസോട് കൂടിയാണ്. സോ ദാറ്റ് മീൻസ് ഇത് എത്ര മുകളിലോട്ട് കയറിയാലും ഈ ഒരു സെല്ലിംഗ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ഫോളിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞാൽ ആ ബുള്ളിഷ് എവിഡൻസുകളെ എല്ലാം റെസ്പെക്റ്റ് ചെയ്ത് പോകാനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡ് ബുള്ളിഷാണ്. ഓക്കെ, സോ ഈ ലെവലുകളൊക്കെ മാർക്ക് ചെയ്ത് വെച്ചോളുക. 936 38 തോന്നുന്നു, 38 ലെവൽ. RSI ലെവലൊന്ന് നോക്കട്ടെ. RSI ബേസ് ചെയ്തിട്ട് 15 മിനിറ്റിൽ നല്ല മൂവ്മെൻ്റ് ഉണ്ട് മുകളിലോട്ട്. ദാറ്റ് മീൻസ് ഈ ഒരു സപ്ലൈ ലെവലിലോട്ട് കയറിയതിന് ശേഷമായിരിക്കും, സപ്ലൈ ലെവലിൽ ചെന്നതിന് ശേഷം പിന്നെ വരുന്ന ഫോൾ എന്ന് പറഞ്ഞാൽ ഈ ലെവലിലേക്കായിരിക്കും, ബിലോ ദിസ് ലെവൽ. ഓക്കെ, സോ ഫസ്റ്റ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് ഈ ഇഴഞ്ഞുള്ള കയറ്റത്തിന് തന്നെയാണ്.
15 മിനിറ്റിൽ നമ്മൾ നോക്കുമ്പോൾ 15 മിനിറ്റിൽ ക്ലൈമാറ്റിക് ആക്ഷൻ ചേഞ്ച് ആണ്, ക്ലൈമാറ്റിക് ആക്ഷൻ ബൈ ആണ്, അൾട്രാ വോളിയം ഹൈ ബൈ ആണ്. ബൈ സൈഡിലോട്ട് വീണയ്ക്കുന്ന വോളിയം എല്ലാം ഭയങ്കര കൂടുതലാണ്. ഈ ഒരു ക്യാൻഡിലും അൾട്രാ വോളിയം ഹൈ ബൈ ആണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് അതിന് ആ അത്രയും വോളിയം ബൈ ഇട്ടതിന് ശേഷം പിന്നീട് മൂവ്മെൻ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. കണ്ടോ? ഈ സെല്ലിംഗ് എവിഡൻസിന് എന്തായാലും അത് റെസ്പെക്ട് ചെയ്യും, ബട്ട് ടേക്ക് ടൈം. ഓക്കെ, ഇതാണ് 15 മിനിറ്റിലെ അനാലിസിസ് നമുക്ക് തരാനുള്ളത്. 15 ഓക്കെ. എനിവേ ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഈ സോഫ്റ്റ്വെയറിലൊരു ചെറിയ ഇഷ്യൂ ഉണ്ട്. അതൊന്ന് ഒരു ജസ്റ്റ് എ മിനിറ്റ് ഇപ്പം തന്നെ അത് റിസോൾവ് ചെയ്യാം. ഫിഫ്റ്റീൻ മിനിറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മൂവ്മെൻറ്റ് പറഞ്ഞല്ലോ, 79 ലെവലിൽ, അതായത് ഈ ഒരു സപ്ലൈ ലെവലിലേക്ക് അതിനുശേഷം ഫോളോ ചെയ്യാനുള്ള ചാൻസ് ആണ് കാണിക്കുന്നത്. അതിൽ ഒരു റീസെൻ്റ് ആയിട്ടുള്ള സെല്ലിംഗ് എവിഡൻസ് ഉണ്ട്. ആ സെല്ലിംഗ് എവിഡൻസ് ആണ് ഞാൻ മാർക്ക് ചെയ്തത്. ഇതാണ് അത് 5 മിനിറ്റിലാണിത്. 5 മിനിറ്റിലിത്. ഓക്കെ, 5 മിനിറ്റിലെ സെല്ലിംഗ് എവിഡൻസ് ആണിത്. ഓക്കെ, എന്തായാലും ഈ സപ്ലൈ ലെവലിലേക്ക് ചെന്നതിന് ശേഷം ആയിരിക്കാം ഇനി ഫോളോ വരുന്നത്. ഓക്കെ, ഇനി ഇത്രയാണ് നമുക്ക് ചാർട്ട് ബേസ് ഒരു അനാലിസിസ് തരാൻ പറ്റുന്നത്. ബട്ട് ഇനി നമുക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ ഫണ്ടമെൻ്റലുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. നെക്സ്റ്റ് വീക്കിൽ വരുന്ന ഫണ്ടമെൻ്റലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മൺഡേ നോക്കുമ്പോൾ മൺഡേയിൽ പ്രത്യേകിച്ച് ഫണ്ടമെൻ്റൽസ് ഒന്നുമില്ല. അതായത് ഗോൾഡ് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന മേജർ ഫണ്ടമെൻ്റൽസുകൾ ഒന്നും തന്നെ ഇല്ല. ട്യൂസ്ഡേ നോക്കാം. ട്യൂസ്ഡേയിലുണ്ട്. അന്നാണ് വരുന്നത് കോർ റീറ്റെയിൽ സെയിൽ. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് മൺഡേയിലൊരു സൈഡ് വേസ് മൂവ്മെൻറ്റിനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട് മാർക്കറ്റ്, ബിക്കോസ് ഈ ഒരു ഡാറ്റ റിലീസിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, ട്യൂസ്ഡേയിൽ നല്ല മേജർ ഫണ്ടമെൻ്റലുകളുണ്ട്. മാർക്കറ്റ് ഹൈ ഇമ്പാക്റ്റിംഗ് ഫണ്ടമെൻ്റലുണ്ട് 7 PM. ഓക്കെ, വെനസ്ഡേയിലേക്ക് വരുമ്പോൾ വെനസ്ഡേയിൽ നോ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച്, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. സോ ഇമ്പോർട്ടൻ്റ് ഫണ്ടമെൻ്റലാണ് വെനസ്ഡേയിൽ. സോ അന്ന് മാർക്കറ്റിൽ നല്ല വോളറ്റാലിറ്റി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. തേഴ്സ്ഡേയിലേക്ക് വരുമ്പോൾ തേഴ്സ്ഡേയിലും അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിം ഉണ്ട് 7 PM. എക്സിസ്റ്റിംഗ് ഹോം സെയിൽ 8:30 PM. സോ മൺഡേയിൽ പ്രത്യേകിച്ച് ഒരു ഫണ്ടമെൻ്റലും ഇല്ല. ഒന്ന് കാമാണ്. ഇതാണ് മേജർ നെക്സ്റ്റ് വീക്കിലെ ഇമ്പോർട്ടൻ്റ് ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞാൽ ഈ CPI ഡേറ്റ. ഈ CPI ഡേറ്റയുടെ റിലീസിനെ ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് നെക്സ്റ്റ് വീക്കിൽ വരുന്ന മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള റിലീസിനെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, സോ ദീസ് ഈസ് എ മേജർ ഇവൻറ്റ്. അതായത് ഫ്രൈഡേയിൽ മാർക്കറ്റിൽ നല്ല മൂവ്മെൻറ്റ് വരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. സോ ഈ ഒരു ഡേറ്റ റിലീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് വീക്കിലെ ഫുൾ ഒരു മൂവ്മെൻറ്റും വരാനുള്ള ചാൻസ്, CPI ഡേറ്റ. ഓക്കെ, സോ ഇതാണ് മേജർ ഫണ്ടമെൻ്റലുകൾ വരുന്നത് ഗോൾഡ് മാർക്കറ്റ്. സോ ഗോൾഡ് മാർക്കറ്റ്, നോട്ട് ഓൺലി ഗോൾഡ് മാർക്കറ്റ്, എനി USD പെയർസ് എല്ലാം, അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ ഗോൾഡ്, സിൽവർ, കമ്മോഡിറ്റി എല്ലാത്തിലും ഇതിൻ്റെ അഫക്റ്റ് ഉണ്ടാവും. സോ എനിവേ നമുക്ക് നോക്കേണ്ടത് ഇപ്പോഴും ഗോൾഡ് മാർക്കറ്റ് എന്തായിരിക്കുന്ന മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ആണ്. അതും കൂടി ഒന്ന് നോക്കാം. അതായത് യെസ്റ്റർഡേ 3:30 PM മാർക്കറ്റ് 3:30 AM മാർക്കറ്റ് ക്ലോസ്ഡ് ആയത്. മാർക്കറ്റ് ക്ലോസ് ആയപ്പോൾ മാർക്കറ്റിൽ മോർ ബയേഴ്സ് 73.98% ബയേഴ്സ് ആണ്. സോ ദാറ്റ് മീൻസ് ഇനി വരാൻ പോകുന്നത് എല്ലാവരും കാണിച്ചിരിക്കുന്നത് മാതിരിയുള്ള ഫോളാണ്. ഈ റെഡ് കാണിച്ചിരിക്കുന്നുണ്ടല്ലോ, ഫോളാണ് ചാൻസ്. ബട്ട് ഈ 73 എന്നുള്ളത് 75, 76 വരെയൊക്കെ പോയിട്ടുണ്ട്. അതിനുശേഷമാണ് ഫോള്
വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് റീസെൻ്റ് ആയിട്ടൊരു മൂവ്മെൻറ്റ് ചാർട്ട് ബേസ് അനാലിസിസ് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് അത് കുറച്ച് മുകളിലോട്ട് പോകും, അതിനുശേഷമാണ് ഫോൾ വരാനുള്ള ചാൻസ്. ഈ സെൻറ്റിമെൻറ്റ്സിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ, അതായത് മാർക്കറ്റിൽ ബയ്യേഴ്സ് കുറഞ്ഞാൽ സെല്ലേഴ്സ് കൂടിയാൽ മാർക്കറ്റ് വീണ്ടും കുറച്ച് മുകളിലോട്ട് കയറും. സോ അതല്ല, മോർ ബയേഴ്സ്, ഇനിയും ബയേഴ്സ് കൂടുകയാണ്, 75% ആവുകയാണെങ്കിൽ പ്രൈസ് വിൽ ഫോൾ, പ്രൈസ് എഗെയിൻ ഫോൾ ചെയ്യും. ഓക്കെ, സോ ഇനി റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് നോക്കാം. മാർക്കറ്റിൻ്റെ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് എന്താ കണ്ടീഷൻ നോക്കാം. കോട്ട് റിപ്പോർട്ട് റിലീസായിട്ടുണ്ടാവും, കോട്ട് റിപ്പോർട്ടും വേണം നോക്കാം. റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് നോക്കുമ്പോൾ ഗോൾഡ് റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് എന്താ കണ്ടീഷൻ നോക്കാം. ജസ്റ്റ് ലോഡ് ആയിക്കോട്ടെ. അതിനുശേഷം നമുക്ക് സിൽവർ നോക്കാം. സിൽവറോ എന്ത് സാധനം വേണമെങ്കിലും നോക്കാം, നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏതും നോക്കാം, ഫ്രീ ഓഫ് കോസ്റ്റ്, നോ ഇഷ്യൂ. സിൽവർ ഒരാൾ ആവശ്യപ്പെട്ടതുകൊണ്ട് ഇവിടെ സിൽവറിൻ്റെ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് കൂടി നമുക്ക് നോക്കിയേക്കാം. ഇപ്പോഴും ഫസ്റ്റ് നമുക്ക് ഗോൾഡ് നോക്കാം. ഗോൾഡ് നോക്കുമ്പോൾ ഗോൾഡിൽ മോർ സെല്ലേഴ്സാണ്. റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് നോക്കുമ്പോഴും മോർ സെല്ലേഴ്സാണ്, അതായത് 52.21% സെല്ലേഴ്സാണ്, ബട്ട് ഒരു 47% ബയേഴ്സും ഉണ്ട്. സോ ദാറ്റ് മീൻസ് ഗോൾഡിൽ സെല്ലേഴ്സ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ പ്രൈസ് മുകളിലോട്ട് കയറാനുള്ള ചാൻസാണ് കൂടുതലും റീസെൻറ്റ്. ഓക്കെ, ഒരു ഈക്വലി നിൽക്കുവാണ്. ഇതൊരു 80% ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഉറപ്പിച്ചെങ്കിൽ പറയാമായിരുന്നു ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ്, ബട്ട് അങ്ങനെയല്ല. ഓക്കെ, സിൽവർ ചോദിച്ചായിരുന്നു ആരോ, സിൽവർ ഒന്ന് നോക്കിയേക്കാം. പ്ലാറ്റിനം, സിൽവറിൻ്റെ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് എന്താണെന്ന് നോക്കിയേക്കാം. സിൽവർ ബേസ്ഡ് ഓൺ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ് സിൽവർ വിൽ മൂവ്സ് അപ്പ്. കാര്യം എന്ന് പറഞ്ഞാൽ 87% സെല്ലേഴ്സാണ് മാർക്കറ്റിൽ. ദാറ്റ് മീൻസ് അതിൻ്റെ പ്രൈസ് മുകളിലോട്ട് തന്നെ കയറും. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. പുട്ട് ആൻഡ് കോൾ റേഷ്യോ ഗോൾഡ് നോക്കണം. ഗോൾഡിലെ പുട്ട് ആൻഡ് കോൾ റേഷ്യോ എന്താ അവസ്ഥയെന്ന് നോക്കട്ടെ. ഗോൾഡ് പുട്ട് ആൻഡ് കോൾ റേഷ്യോ ബിലോ ന്യൂട്രൽ ലെവലിലാണ്. ഓക്കെ, എക്സ്ട്രീം ഫിയറിലും അല്ല, എക്സ്ട്രീം ഗ്രീഡിലും അല്ല, ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ, സോ BTC ഗോൾഡ് റേഷ്യോ കൂടി ഒന്ന് നോക്കിയേക്കാം. BTC ഗോൾഡ് റേഷ്യോ നോക്കുമ്പോൾ ആ പഴയപടി തന്നെയാണ്. BTC ഫോളിങ്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ കോഡ് ഡാറ്റ നോക്കുമ്പോൾ മോർ ബയേഴ്സ് ആണ്. കോഡ് ഡാറ്റ ലാസ്റ്റ് റിലീസ് ഫെബ്രുവരി 6 ആണ്. ബേസ്ഡ് ഓൺ കോഡ് ഡാറ്റ നോക്കുമ്പോഴത്തേക്ക് മോർ ബയേഴ്സ് ആണ്, സെല്ലേഴ്സ് കുറവാണ്. സിൽവറും ആ ഒരു ലെവലിൽ തന്നെയാണ്. ഓക്കെ, എനിവേ ഇനി നമുക്ക് ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സോ ഇത്രയാണ് നമുക്ക് തരാനുള്ള അനാലിസിസ് നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഗോൾഡിൽ. ഓക്കെ, ഇനി നമ്മുടെ സുഹൃത്ത് ആവശ്യപ്പെട്ട സിൽവർ നോക്കാം. ബട്ട് അതിന് മുന്നേ ഗോൾഡ് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് സിൽവർ ഒന്ന് നോക്കാം. സിൽവർ ആവശ്യപ്പെട്ട സുഹൃത്തുണ്ടെങ്കിൽ പുള്ളിക്ക് വേണ്ടിയിട്ട് നോക്കാം. So anyone have any queries? സോ പ്രത്യേകിച്ച് ആരും ഒന്നും ചോദിക്കണില്ല. ഓക്കെ, സോ അതുകൊണ്ട്
എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, നമ്മൾ ലൈവ് തന്നെ ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് വരുന്നത് ഗോൾഡ് മൂവ്മെൻറ്റ്. നെക്സ്റ്റ് നമുക്ക് സിൽവർ ഒന്ന് നോക്കാം. പുള്ളിക്കാരൻ ആവശ്യപ്പെട്ടത് ആളുണ്ടോ എന്ന് എനിക്കറിയില്ല ലൈവിൽ, ഇടയ്ക്ക് നമുക്കൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായി. സിൽവർ നോക്കാം. സിൽവർ ഓൾമോസ്റ്റ് ഈ ഗോൾഡിൻ്റെ അതേ രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആണ് സിൽവറിൽ വരുന്നത്. സിൽവർ മന്ത്ലി ചാർട്ട് നോക്കാം. ചാർട്ടൊന്ന് ലോഡ് ചെയ്തോട്ടെ, വെയിറ്റ് ചെയ്യും. സിൽവറിലുണ്ടായ ക്രാഷ് ഹെവി ക്രാഷാണ്. ഹെവി ക്രാഷാണ് സിൽവറിലുണ്ടായത്. ഓക്കെ, ഇതാണ് സിൽവറിൻ്റെ മന്ത്ലി ചാർട്ട്. മന്ത്ലി ചാർട്ട് പ്രീവിയസ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ക്ലിയർ ഇൻവെർട്ടർ ഹാമറാണ് ലാസ്റ്റ് മന്തിൽ, അതായത് ജനുവരി മാസത്തിൽ ക്ലിയർ ഇൻവെർട്ടർ ഹാമറാണ്. അൾട്രാ വോളിയം ഹൈ ബൈയിലായിരുന്നു. ഓക്കെ, സോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒള്ളി RSI റിജക്ഷൻ മാത്രമാണ്. ലോങ് ടൈമിലേക്ക് നോക്കുമ്പം സിൽവർ വിൽ മൂവ്സ് അപ്പ് അഗെയിൻ ടു ഓൾ ടൈം ഹൈ. ഇതിപ്പോഴും ഒരു ഓവർബ്രോട്ട് കണ്ടീഷനിൽ നിന്നുണ്ടായ റിജക്ഷൻ മാത്രമാണ്. കാര്യം പ്രീവിയസ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടർ ഹാമർ ആയത് കാരണം അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് അപ്കമിങ് ക്യാൻഡിലുകളിൽ ബുള്ളിഷ് അപ്പ് ഉണ്ടാവും, ഹൈ പ്രോബബിലിറ്റി. ഓക്കെ, സമയമെടുക്കാം, ബട്ട് എങ്കിലും ഓൾ ടൈം ഹൈയിലേക്ക് തന്നെ അത് തിരിച്ചു വരും. നമുക്കിനി ഒരു ഇമ്പൾസീവ് ബൈ എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു 85 ലെവലിന് മുകളിലോട്ട് മന്ത്ലി ചാർട്ട്, അതായത് ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ടിലൊക്കെ ട്രേഡ് ചെയ്യണവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ഇമ്പൾസീവ് ബൈ എടുക്കാൻ പറ്റുന്നത് എബോവ് ഒരു 85 ലെവൽ ക്ലിയർ ബൈ ഏരിയ മുകളിലോട്ട്. ഓക്കെ, സോ ഇപ്പോഴും ക്യാൻഡിൽ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷേക്ക് ഔട്ട് ക്യാൻഡിലാണ്. ഈ മന്തിൽ തന്നെ ഇത് ബുള്ളിഷ് ക്യാൻഡിൽ ആകാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. അതായത് ഇത് റിക്കവർ ചെയ്ത് വീണ്ടും ഈ ഒരു ലെവലിലേക്ക് വരാനുള്ള ചാൻസ് എല്ലാം രീതിയിലുണ്ട്. ഇനി 20 ഡേയ്സ് ഉണ്ട്. ഓക്കെ, ഇൻവെർട്ടർ ഹാമറിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ദിസ് ക്യാൻഡിൽ ഇത് നോക്കൂ, ഇത് ജൂലൈ മാസം 25 ഇതൊരു ഇൻവെർട്ടർ ഹാമർ ക്യാൻഡിലായിരുന്നു. ഈ ലെവൽ വന്നതിന് ശേഷം ഇത്ര റിജക്റ്റ് ചെയ്തു. നെക്സ്റ്റ് ക്യാൻഡിൽ വീണ്ടും ബുള്ളിഷ്. ഇവിടെ ഒരു ഇൻവെർട്ടർ ഹാമർ. ഇപ്പോഴും ഈ ക്യാൻഡിൽ നിൽക്കുന്നത് ഇൻവെർട്ടർ ഹാമറായിട്ട് തന്നെയാണ്. ദാറ്റ് മീൻസ് ഈ അപ്പർ വിക്ക് ക്ലിയർ ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട്. വീക്ക്ലി ചാർട്ടിലോട്ട് മൂവ് ചെയ്യുമ്പോൾ വീക്ക്ലി ചാർട്ടിൽ സെല്ലിങ് എവിഡൻസ് ഒന്നും ഇട്ടിട്ടില്ല, ബട്ട് അൾട്രാ വോളിയം ഹൈ സെല്ലിലാണ് അത് ഫോളോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ലാസ്റ്റ് 2 വീക്കിലാണ് ഈ ഒരു ഫോള് സിൽവറിലുണ്ടായത്. അത് ഫസ്റ്റ് ഡിമാൻഡ് ലെവൽ ഇതായിരുന്നു. ഈ ഡിമാൻഡ് ലെവലിനെ ഈ ഡിമാൻഡ് ലെവൽ വന്ന് ടെസ്റ്റ് ചെയ്തു. ഓക്കെ, സോ അതിനുശേഷം വീണ്ടും മുകളിലോട്ട് ഉയർന്നിട്ട് ആ ഡിമാൻഡ് ലെവലിൽ വന്നിട്ടാണ് വീണ്ടും റിജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, സോ ഇനിയൊരു സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഗോൾഡിൽ ഇനി സിൽവറിൽ നല്ല ക്രാഷ് വന്നാൽ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ വരുന്നത് ഈ ഒരു ലെവൽ വരെ. ഓക്കെ, ഈ 54 ലെവൽ വരെയൊക്കെ ഉണ്ട്. ഓക്കെ, എനിവേ നമ്മുടെ റിച്ച് ഡാഡി പ്യൂർ ഡാഡി എഴുതിയ ആൾ പ്രവചിച്ചതുപോലെ തന്നെ സംഭവിച്ചു. 120 ലെവലിൽ നിന്ന് നല്ലൊരു ക്രാഷാണ് സിൽവറിലുണ്ടായത്. ഓക്കെ, ഇവിടെ ഇനി ഫർദർ ഫോളോ വന്നാൽ നെക്സ്റ്റ് ഡിമാൻഡ് ലെവൽ, അതായത് ഇത് ഈ ഒരു ഡിമാൻഡ് ലെവലിലേക്കാണ് പിന്നെ വരണ മൂവ്മെൻറ്റ്. അത്രത്തോളം 40 ലെവൽ നമുക്കറിയാം. കഴിഞ്ഞ വർഷം നമ്മൾ ഈ 40 ലെവലിൽ നിന്നാണ് ഇത് ഉയർന്നു വന്നത്. ഞാൻ ഈ 40 ലെവലിൽ ഈ സാധനം കണ്ടിട്ടുണ്ട് സിൽവർ. അതിനുശേഷമാണ് ഈ ബുള്ളിഷ് അപ്പ് ഉണ്ടായത്.
ഗോൾഡിൻ്റെ ആ ഒരു രീതി, ഗോൾഡ് 2025 ഓഗസ്റ്റിലാണ് ഒരു ബുള്ളിഷ് അപ്പ് ഉണ്ടാവുന്നത്. അത് ജെറോം പോളിൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നെ അടുത്ത മാസങ്ങളിലെല്ലാം ആ രീതിയിലുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. ഫെഡ് ചെയർമാൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. ആ ഡേയിലാണ് ഓഗസ്റ്റ് മന്തിൽ ആ ഒരു ബുള്ളിഷ് അപ്പ് വരുന്നത്, ഓഗസ്റ്റ് മന്തിൻ്റെ അവസാനത്തിൽ. ഇതിലെ എവിഡൻസുകൾ നോക്കുമ്പോൾ സിൽവറിലെ വീക്ക്ലി എവിഡൻസ് എന്ന് പറഞ്ഞാൽ, വീക്ക്ലി ഒരു ബൈങ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരുന്നു. ഇതിലെവിടെയും സെല്ലിങ് എവിഡൻസ്, റീസെൻറ്റ് സെല്ലിങ് എവിഡൻസ് ഒന്നുമില്ല വീക്ക്ലി ചാർട്ടിലെ ബൈങ് എവിഡൻസ് ഇതായിരുന്നു. അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള അപ്പ്. ഓക്കെ, റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ ഒരു സെല്ലിങ് എവിഡൻസും വീക്ക്ലി ചാർട്ടിലില്ല. എല്ലാ സെല്ലിങ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് അത് അപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ 2 ആഴ്ചയിലും ഉണ്ടായിരിക്കുന്ന സെല്ലിങ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എവിഡൻസ് ആണ്. സോ ദാറ്റ് മീൻസ് അത് വീണ്ടും ഉയരാനുള്ള ചാൻസ് ആണ് കാണിക്കുന്നത്. നോക്കാം, ഡേ ചാർട്ടിലേക്ക് മൂവ് ചെയ്യാം. വീക്ക്ലി ചാർട്ടിൻ്റെ RSI ഒന്ന് നോക്കട്ടെ. RSI ലെവൽ നോക്കുമ്പോൾ RSI സെല്ലിലേക്ക് മൂവ് ചെയ്യുകയാണ്. സോ ദാറ്റ് മീൻസ് സെൽ ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അതിന് മൂവ്മെൻ്റ് ഉണ്ട് ബേസ്ഡ് ഓൺ വീക്ക്ലി ചാർട്ട്. അവിടെ കർവ് ടേൺഡ് അപ്പ് ഒന്നും ആയിട്ടില്ല, കർവ് ആ സെൽ ഏരിയയിലേക്ക് തന്നെ മൂവിങ് ആണ്. എനിവേ നോക്കാം, ഡേ ചാർട്ടിലേക്ക് നോക്കാം. ഡേ ചാർട്ടിൽ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ നോക്കാം. ഡേ ചാർട്ടിൽ വരുമ്പോൾ ഡേ ചാർട്ടിൽ ഒരു സെല്ലിങ് എവിഡൻസും ഇല്ല. ഓക്കെ, വെയിറ്റിങ്ങിൽ ഒരു ബൈങ് എവിഡൻസും ഇല്ല. ഡേ ചാർട്ടിൻ്റെ ക്ലൈമറ്റിക് ആക്ഷൻ സെല്ലാണ്, അൾട്രാ വോളിയം ഹൈ സെല്ല്. ഇതിൽ വീണിരിക്കുന്ന ക്യാൻഡിൽസ് എല്ലാം എന്ന് പറഞ്ഞാൽ അൾട്രാ വോളിയം ഹൈ സെൽ ക്യാൻഡിൽസ് ആണ് വീണിരിക്കുന്നത്. സിൽവർ ഡേ ചാർട്ട് നോക്കുമ്പോൾ ഒരു ഡിമാൻഡ് ലെവൽ ടെസ്റ്റ് ചെയ്ത് ഷേക്ക് ഔട്ട് അടിച്ച് മുകളിലോട്ട് കയറിയേക്കാണ്. ഇവിടം വരെ, ഈ ഒരു ഡിമാൻഡ് ലെവൽ വരെ അത് ടെസ്റ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം മുകളിലോട്ട് ബുള്ളിഷ് അപ്പ്. ബട്ട് അവിടെ ഈ ബുള്ളിഷ് അപ്പ് നമുക്ക് ഒരു എവിഡൻസ് ഒന്നും തന്നിട്ടില്ല. RSI ലെവലിൽ നോക്കാം. RSI ലെവൽ യെസ്, ഇവിടെ RSI ഓവർസോൾഡ് കണ്ടീഷനാണ്. ആ ഓവർസോൾഡ് കണ്ടീഷനിൽ നിന്നുണ്ടായേക്കുന്ന ഒരു റിജക്ഷൻ മാത്രമാണിത്. ഇനി കുറച്ചും കൂടി വേണമെങ്കിൽ സെൽ ഏരിയ മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം എന്തായാലും ഇതിൽ ഇനി വരുന്നത് ബുള്ളിഷ് മൂവ്മെൻ്റ് ആയിരിക്കും. കാര്യം ഓൾമോസ്റ്റ് ഓവർസോൾഡ് കണ്ടീഷനിലാണ്. കുറച്ചും കൂടി ഒന്ന് താന്നതിന് ശേഷം വീണ്ടും ഉയർന്നു വരാം. അതായത് ഞാൻ ആ പറഞ്ഞ മന്ത്ലി മൂവ്മെൻറ്റ് പ്രീവിയസ് മന്തിൽ ഇൻവെർട്ടർ ഹാമർ ആയതുകൊണ്ട് ഈ ഫോളിന് ശേഷം അതിനെ റെസ്പെക്റ്റ് ചെയ്ത് അത് കയറി വരും അപ്കമിങ് ടു ദിസ് മന്ത് ഓർ അപ്കമിങ് മന്ത്. ഓക്കെ, 4 ഹവറിലേക്ക് നോക്കാം. 4 ഹവറിൽ നോക്കുമ്പോൾ ക്ലിയർ ബൈങ് എവിഡൻസ്, മൾട്ടിപ്പിൾ ബൈങ് എവിഡൻസ്. ഗോൾഡിലെ പോലെ തന്നെയാണ് 4 ഹവർ ഗോൾഡിലെ പോലെ തന്നെ ഇതിൽ മൂവ്മെൻറ്റ്. ഓക്കെ, ഗോൾഡിലെ സെയിം ആണ്. നിങ്ങൾ വേണേൽ എടുത്ത് നോക്കിയോ ഇപ്പോൾ ചാർട്ട്. ഗോൾഡിലും ഇതേ കണക്ക് തന്നെയാണ്, മൾട്ടിപ്പിൾ 2 ബൈങ് എവിഡൻസ്. ഇതേ കണക്കൊരു ഷേക്ക് ഔട്ടും ഇവിടെ വന്നിട്ടൊരു ഷേക്ക് ഔട്ടാണ് അടിച്ചേക്കുന്നത്. ഗോൾഡിൽ സെയിം രീതിയിൽ തന്നെ ആയിരിക്കും ചാർട്ട്, വേണേൽ എടുത്ത് നോക്കിയോ. ഓക്കെ, ഗോൾഡിൽ ക്യാൻഡിലും ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഗോൾഡ് ക്യാൻഡിൽ ഇനി RSI ലെവലും കൂടി നോക്കാം. ഗോൾഡ് RSI ലെവൽ കുറച്ചും കൂടി കയറിയാണ് നിൽക്കുന്നത്, 80 ലെവലിലാണ്. ബട്ട് ഇവിടെ RSI ലെവൽ ആ ഒരു ബൈ ഏരിയയിലേക്ക് അങ്ങ് കയറിയിട്ടില്ല. ബട്ട് എബോവ് 40 ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ബൈ ആണ്. ഇവിടെ ഒരു നെക്സ്റ്റ് 4 ഹവർ ബേസ് ചെയ്തിട്ട് വരുന്ന സപ്ലൈ ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സപ്ലൈ ലെവലിലാണ് അത് നിൽക്കുന്നത്. ദിസ് ഈസ് എ സപ്ലൈ ലെവൽ. ഓക്കെ, ഈ ഒരു സപ്ലൈ ലെവലിലാണ് നിൽക്കുന്നത്. ഈ സപ്ലൈ ലെവൽ ബ്രേക്ക് ചെയ്താൽ സിൽവർ ഈ ഒരു സപ്ലൈ ലെവൽ ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് സപ്ലൈ ലെവൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇത് ഈ ലോങ് ടൈമിൽ അങ്ങ് ഒഴിവാക്കാം. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 4 ഹവർ ബേസ് ചെയ്തിട്ട്, അതായത് ഈ ഒരു സപ്ലൈ ലെവൽ ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് ഇങ്ങോട്ട് കയറും 85 ലെവൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് മന്ത്ലി ക്യാൻഡിൽ ചേഞ്ച് ആവും, മന്ത്ലി ക്യാൻഡിൽ ബുള്ളിഷ് ആവും. പിന്നെ അത് നല്ല മുകളിലോട്ടായിരിക്കും പോകണം. ഓക്കെ,
സി ഇവിടെ വെയിറ്റിംഗ് ബൈങ് എവിഡൻസ് വല്ലതും കിടപ്പുണ്ടോ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഓ യെസ് 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 യെസ്. ഇവിടെ ഫോൾ ഉണ്ടായിരിക്കുന്നത് വിത്ത് എ ബൈങ് എവിഡൻസ് ഇട്ടിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ സാധനം ഇങ്ങോട്ട് കയറി വരും. എത്ര സമയം എടുത്താലും ഈ ലെവലിലേക്ക് അത് കയറി വരും, 120 ലെവലിൽ. കാര്യം ഈ 120 ലെവലിൽ ഇവിടെ ഒരു ബൈങ് എവിഡൻസ് റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ കിടപ്പുണ്ട്. ദാറ്റ് മീൻസ് ഗോൾഡിൽ ലോങ് ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ പ്ലാനിങ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. ഇത് കുറച്ചും കൂടി താഴ്ന്നു കഴിഞ്ഞാലും ഈ ഒരു ലെവലിലേക്ക് കയറി വരും. ബിക്കോസ് പ്രീവിയസ് മന്തിൽ ഇൻവെർട്ടർ ഹാമർ മാത്രമല്ല, ചെറിയ ടൈം ഫ്രെയിമിൽ 4 അവർ നോക്കുമ്പോഴത്തേക്ക് 4 അവറിൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ ഒരു ബൈങ് എവിഡൻസ് കിടപ്പുണ്ട്. ഇതാണ്ട ഈ കിടക്കണത് കണ്ടല്ലോ. സോ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇനി ഒരു 100 ലെവലിന് മുകളിലോട്ട്, ഇവിടുന്ന് മുകളിലോട്ട് ക്ലിയർ ബൈ ഏരിയ ആണ് കേട്ടോ. 91 മുകളിലോട്ട്, 92 മുകളിലോട്ട് ക്ലിയർ ബൈ ഏരിയ 92 മുകളിലോട്ട് വീണ്ടും. ഓക്കെ, സി 92 ലെവൽ കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ലെവലിലോട്ട് 120 ലെവൽ. ലോങ് നോക്കുവാണെങ്കിൽ ഈ ലെവലിലേക്ക് വരാനുള്ള സമയമെടുക്കും. ഓക്കെ, സമയമെടുക്കും. ബിക്കോസ് ഇനിയൊരു 20 ദിവസമുണ്ട് ഈ മാസം അവസാനിക്കാൻ. 1 അവറിലേക്ക് വരുമ്പോൾ 1 അവറിൽ റീസെൻ്റ് ഒരു ബൈങ് എവിഡൻസ് പ്രീവിയസ്ലി റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ കിടപ്പുണ്ടായിരുന്നു. ഈ ഒരു സാധനം അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് ഇപ്പോഴും കഴിഞ്ഞു. ഇതാണ് സംഭവിച്ചത്. സി ഇത് കണ്ടോ, ഈ ഒരു ബൈങ് എവിഡൻസ് ഇവിടെ ഇട്ടതിന് ശേഷം വിത്തൗട്ട് എവിഡൻസിൽ ഇത് ഫോളോ ചെയ്തതിന് ശേഷം ഷേക്ക് ഔട്ട് അടിച്ചു. ഇപ്പോഴും ഫൈനൽ ക്യാൻഡിൽ അത് ബൈങ് കംപ്ലീറ്റ് ആക്കി. ഇനി ബാറ്ററി ഓക്കെ, ചാർജർ ലാപ്പിലെ ചാർജർ കണക്ട് ചെയ്താണ്, കുറഞ്ഞു പോയി. ഓക്കെ, ഇതൊക്കെ കളയട്ടെ. ഓക്കെ, ഇപ്പം നിൽക്കുന്ന ലെവലുണ്ടല്ലോ 77, ഇതിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മൂവ്മെൻറ്റ് വരണമെന്ന് പറഞ്ഞാൽ 80 ലെവലിലേക്ക്. അതായത് ഈ ലെവൽ ഈ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത 4 അവറിലെ ഈ ഒരു സപ്ലൈ ലെവൽ. അതിനുശേഷം ക്ലിയർ ബൈ ഏരിയ ആണ് കേട്ടോ. 1 അവറൊക്കെ നോക്കുമ്പോൾ 81 ശേഷം ക്ലിയർ ബൈ ഏരിയ. പിന്നെ റെസിസ്റ്റൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ 83 വരുന്നത്. ഓക്കെ, അതായത് ഒരു 80 മുതൽ 83 വരെ ക്ലിയർ ബൈ ഏരിയ. അതിന് മുകളിലോട്ടും ഉണ്ട്. RSI ലെവലൊന്ന് നോക്കട്ടെ. 1 അവറിൽ RSI ലെവൽ ഇമ്പോർട്ടൻ്റ്. അവിടെ ഓവർ ബ്രോഡ് കണ്ടീഷനാണ്. കുറച്ചൊന്ന് മൂവ് ചെയ്തിട്ട് അതൊന്ന് റിജക്റ്റ് ചെയ്യും. കാര്യം RSIയുടെ ഓവർ ബ്രോഡ് കണ്ടീഷനിൽ നിന്നൊരു റിജക്ഷൻ വരും. ബട്ട് ഇവിടെ വെയിറ്റിംഗ് സെല്ലിംഗ് എവിഡൻസ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് സെല്ല് ടാർഗറ്റ് ചെയ്യാൻ അങ്ങനെ ഏരിയ ഒന്നുമില്ല. ഓക്കെ, 30 മിനിറ്റിലോട്ട് വരുമ്പോൾ 30 മിനിറ്റിൽ എന്തെങ്കിലും വെയിറ്റഡ് ഉണ്ടോ നോക്കുമ്പോൾ ഇവിടെ ഇല്ല. ദിസ് വൺ എല്ലാം റെസ്പെക്റ്റ് ചെയ്യപ്പെടാണ്ടുള്ള മൂവ്മെൻ്റ് എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ബേസ്ഡ് ഓൺ 30 മിനിറ്റിൽ കുറച്ചും കൂടി ബുള്ളിഷ് മൂവ്മെൻ്റ് ഉണ്ട്. 30 മിനിറ്റിലെ നെക്സ്റ്റ് സപ്ലൈ ലെവൽ വരുന്നത് 79 ലെവലാണ്. സോ ബേസ്ഡ് ഓൺ 30 മിനിറ്റ് 79 ലെവലിലേക്ക് മൂവ്മെൻറ്റ്. ആ 79 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 81 ലെവൽ. ഓക്കെ, RSI ലെവൽ നോക്കുമ്പോൾ 94%. 100 ലെവലിലേക്ക് തന്നെ അത് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഈ 80 ലെവൽ തൊട്ട് ഒരു 90 ലെവൽ വരെ ക്ലിയർ ബൈ ഏരിയ കിടപ്പുണ്ട്. 30 മിനിറ്റിൽ എവിടെയെങ്കിലും ബൈങ് എവിഡൻസ് അവശേഷിക്കുന്നു എന്ന് നോക്കിയാൽ
നോക്കട്ടെ. ആ 120 ലെവലിൽ 4 ഹവറിൽ ഒരു ബൈങ് എവിഡൻസ് ഇട്ടായിരുന്നല്ലോ, അതേ സാധനം 30 മിനിറ്റിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. 30 മിനിറ്റിലൊന്നുമില്ല. 30 മിനിറ്റിലെല്ലാം റെസ്പെക്ട് ചെയ്ത് മൂവ് ചെയ്തത് 4 ഹവറിൽ മാത്രമാണ് റെസ്പെക്ട് ചെയ്യപ്പെടാതെ കിടക്കുന്നത്. ഓക്കെ, ഇപ്പോഴും ഇതിൻ്റെ ഒരു ട്രെൻഡ് നോക്കുമ്പോഴത്തേക്ക് ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് നല്ലൊരു ഫോള്, അതിനുശേഷം ഒരു തിരിച്ചു കയറ്റം, അങ്ങനെ നിൽക്കുവാണ്. ഒരു 15 മിനിറ്റ് കൂടി നമുക്ക് നോക്കാം. 15 മിനിറ്റ് നോക്കുമ്പോൾ, അതായത് സ്കാൽപ്പേഴ്സിന് വേണ്ടിയിട്ട് 15 മിനിറ്റിൽ സെല്ലിംഗ് എവിഡൻസ് ആണുള്ളത്. 15 മിനിറ്റിൽ റീസെൻറ്റ് മൂവ്മെൻറ്റ് സെല്ലിംഗ് ആണ്, സെല്ലിംഗ് എവിഡൻസ് ആണുള്ളത്. ഒരു സെല്ലിംഗ് എവിഡൻസ് റെസ്പെക്ട് ചെയ്യപ്പെടാതെ കിടപ്പുണ്ട്. RSI കൂടി നോക്കാം, അതിനുശേഷം പറയാം അവിടോട്ടൊരു ഫോളോ വരുമെന്നുള്ളത്. RSI നോക്കുമ്പോൾ കുറച്ച് നല്ല മൂവ്മെൻ്റ് ഉണ്ട് മുകളിലോട്ട്. അതായത് നല്ല മൂവ്മെൻ്റ് എന്ന് പറയാൻ കാരണം 30 മിനിറ്റിൽ ഓവർ ബ്രോട്ട് കണ്ടീഷനിൽ ചെന്നതിന് ശേഷം പിന്നീട് ഒരു ഫോളോ വരുമല്ലോ, ആ ഫോളോ വരുന്നത് ഈ ലെവലിലേക്കായിരിക്കും. ഈ ഒരു 77 ലെവലിലേക്ക് വരും. 77നെ എൻഗൾഫ് ചെയ്യും. അതിനുശേഷം പിന്നെ വീണ്ടും മുകളിലോട്ട് പോകും. അതായത് ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമായിരിക്കും. അതാണ് ചാൻസ്. ഓക്കെ, സോ ഇതാണ് സിൽവറിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈം ഫ്രെയിമുള്ള അനാലിസിസ്. നമുക്കിനി ഇതിൻ്റെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ഒന്ന് നോക്കിയേക്കാം. സിൽവറിലെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റിന് പിറകെയാണ് ഓൾമോസ്റ്റ്. സിൽവറിൻ്റെ ഒരു എന്താ അവസ്ഥ നോക്കട്ടെ, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എന്താ നോക്കട്ടെ. സിൽവർ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നോക്കുമ്പോഴും മോർ ബയേഴ്സ് ആണ്, 71% ബയേഴ്സ് ആണ്. സോ പ്രൈസ് ഫോളോ ചെയ്യും. ഓക്കെ, ഇവിടെ ബയേഴ്സ് കുറയുന്നതിനനുസരിച്ച് പ്രൈസ് മുകളിലോട്ട് കയറും. സിൽവറിൽ നമുക്ക് ഗോൾഡിൽ അത്രയും ഡേറ്റ ഗിവൺ പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള അത്രത്തോളം ഡേറ്റ ഒന്നുമില്ല. ഈ കാണുന്ന ബ്രോക്കേഴ്സും അതുപോലെ തന്നെ ഡേറ്റ ഗിവൺ പ്ലാറ്റ്ഫോംസിൽ നിന്ന് മാത്രമുള്ള ഡേറ്റ ആണ്. സോ അതുകൊണ്ട് നമുക്ക് ഈ സെൻറ്റിമെൻറ്റ്സിനെ മാത്രം ബേസ് ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഗോൾഡിൽ ചെയ്യുന്ന കണക്ക് നമുക്ക് അത്ര അങ്ങ് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഇപ്പോഴത്തെ കണ്ടീഷൻ ഇതാണ് സിൽവറിൽ. ഓക്കെ, സിൽവറിൻ്റെ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് നമ്മൾ നോക്കിയതാണ്. റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് ബേസ് ചെയ്തിട്ട് മോർ സെല്ലേഴ്സ് ആണ്. ദാറ്റ് മീൻസ് പ്രൈസ് വിൽ മൂവ്സ് അപ്പ്. ലോങ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആ പറഞ്ഞത്. ഇത്രയാണ് നമുക്ക് സിൽവറിൽ തരാനുള്ള ഇൻഫർമേഷൻസ്. ഓക്കെ, പിന്നെ ലൈവ് ചെയ്യുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് സിൽവറിൽ എന്താ കണ്ടീഷൻ എന്ന് അപ്പോഴും നമുക്ക് നോക്കാം. നമ്മൾ ലൈവ് ചെയ്യാറുണ്ട്, ആ സമയത്ത് വന്നാൽ മതി. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതാണ് നിലവിലെ ഗോൾഡ് സിൽവർ. നമ്മൾ പറഞ്ഞു കണ്ടീഷൻസ് എല്ലാം ഇങ്ങനെയാണ്. സിൽവറിൽ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റും കൂടി തരാം. സിൽവറിൽ ഇവിടെ ഒരു 15 മിനിറ്റിലൊരു സെല്ലിംഗ് എവിഡൻസ് റെസ്പെക്ട് ചെയ്യപ്പെടാതെ കിടപ്പുണ്ട്, 68 ലെവലിൽ. സോ എഗെയിൻ ഒരു ബിയറിഷ് മൂവ്മെൻറ്റ് വന്നാൽ ബിലോ ദിസ് ലെവൽ 68-ൽ താഴേക്ക്. ഓക്കെ, അതായത് ഗോൾഡിനെ ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് തന്നെയാണ് ഇതിൽ വരുന്നത്. ഗോൾഡിൻ്റെ ഒരു പോക്കിനനുസരിച്ച് ഇതങ്ങ് പോകും. ഗോൾഡ് ഒന്ന് ഫോളോ ചെയ്യുമ്പോൾ ഇതും അങ്ങ് ഫോളോ ആവും. ബട്ട് ഇതിലുണ്ടാകുന്ന ഫോള് ഗോൾഡിലേക്കാളും കൂടുതലാണ്. അതാണ് വ്യത്യാസം. സോ വേറെ എന്തെങ്കിലും ഇനി അതർ പേഴ്സ് നോക്കണമെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. സോ ഒരു 3 more minutes നമുക്ക് വെയിറ്റ് ചെയ്യാം.
So anyone Spotify